ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ കുറച്ച് പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെങ്ങനെയാണ് മേക്കിംഗ് വീഡിയോ അത് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ആംഗ്ലറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അത് ഞാൻ വീഡിയോ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടീസൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് കോട്ടൺ കോഡാട്ടോ. ചിലപ്പം ചിലർ നൈലോൺ കോഡിൽ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല ത്രെഡ് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പണ്ട് തുടങ്ങിയ സമയത്ത് ആംഗ്ലറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ കമ്പിളി നൂലുണ്ടല്ലോ, അതേലായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ അത്രയും ഒരു സ്ട്രെങ്ത് വരത്തില്ല, കാരണം പെട്ടെന്ന് അത് പൊട്ടിപ്പോവും. അപ്പോൾ ഈ കോട്ടൺ കോഡും നൈലോൺ കോഡും ഒക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പൊട്ടത്തില്ല, കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ത്രെഡാണത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കിപ്പം എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ ആ ഒരു ലെങ്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ ബീഡ്സ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പോർഷനിൽ കെട്ടിട്ട് കൊടുത്തിട്ട്, ഇവിടെ ഇപ്പം ഞാൻ ചെറിയൊരു സംഭവമാണ് ചെയ്യുന്നത്. അതിലേക്ക് ബീഡ്സും ചിലങ്കി ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിലങ്കി ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് ചിലപ്പോൾ മടുപ്പ് തോന്നുമായിരിക്കും, കാരണം ഈ ഗുങ്കുരു എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാനിവിടെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡും ലോക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിതാണ്ട് നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കണം. നമ്മൾ ഇതുപോലെ ത്രെഡ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്, മനസ്സിലായല്ലോ. ജസ്റ്റ് ത്രെഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അതിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ആ എൻഡ് പോർഷൻ്റെ ജസ്റ്റ് ഒന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വേറൊരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ആ കെട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാതെ, നമ്മൾ ആദ്യമേ തന്നെ ത്രെഡ് അതിലേക്ക് ഇതുപോലെ കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കെട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കെട്ട് നമ്മൾ ഇതുപോലെ ത്രെഡ് അതിലേക്കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ത്രെഡ് തന്നെ വീണ്ടും നമ്മൾ മുന്നിൽ നിന്ന് പുറവശത്തൂടെ എടുത്തിട്ട് വീണ്ടും ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ ഒരു വൃത്തിക്കും ഒരു 1, 2, 3 തവണയെങ്കിലും നമുക്കത് ചെയ്യാം. ഇത് നമ്മൾ കടുങ്കട്ടല്ല ഇവിടെ ഇടുന്നത്, ജസ്റ്റ് ആ ത്രെഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ അത് മനസ്സിലാവും. അത് ജസ്റ്റ് അതുപോലെ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് സ്ലോ ആക്കിയിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും മതി. നീ എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഗുങ്കുരു കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കത് ബോറായിട്ട് തോന്നുമായിരിക്കും. കാരണം നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ ആ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് എക്സാമിന് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയല്ലേ പെട്ടെന്ന് പറയും. അപ്പം അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അത്രയും കെട്ടിട്ട് കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം, ഞാൻ പറഞ്ഞേക്കുന്ന നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്ത ആ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ 2, 3, 4, 5 കെട്ട് അപ്പുറവും ഇപ്പുറവും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് വേണം ആവശ്യമില്ലാത്ത പോർഷൻസ് രണ്ടും കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനത് പശ വെച്ചിട്ടാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നൈലോൺ ത്രെഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ വേണമെങ്കിൽ അത് ഉരുക്കിയാൽ മതി, മെഴുതിരി വെച്ചിട്ട് തീപ്പെട്ടിയൊക്കെ വെച്ചിട്ട് അത് ഉരുക്കിയാൽ മതി. ഇത് പക്ഷേ ഉരുക്കിയാൽ അങ്ങനെ ഇരിക്കാത്തത് കൊണ്ടാണ് ഞാൻ നല്ല പോലെ പശ വെച്ചിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്തിങ്ങനെ അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം ഈ കോട്ടൺ കോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലാണെങ്കിൽ ക്ലോത്തിൻ്റെ ഒരു അംശമുണ്ട്. അപ്പം നമ്മൾ എത്രയൊക്കെ അത് ഉരുക്കിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് ഉരുകിയെന്ന് വരത്തില്ല, ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കണമെന്ന് വരത്തില്ല. പക്ഷേ നൈലോൺ കോഡ് ആകുമ്പോഴത്തേക്കും അതുപോലെ ഉരുക്കി അതുപോലെ തന്നെ, കാരണം അതിൽ ചെറിയൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഉരുകുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട്. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നമ്മൾ ആ വലിക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ബീഡൂടെ കയറ്റിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ബീഡ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് നല്ലപോലെ കെട്ട് മുറുക്കി കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബീഡ് ആഡ് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബീഡ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ത്രെഡ് തന്നെ 2, 3 തവണ ഇങ്ങനെ ചുറ്റി ചുറ്റി ഒരു ബോൾ പോലെ ആക്കാവുന്നതേ ഉള്ളൂ. അത് എങ്ങനെ വേണേലും ചെയ്യാം, നിങ്ങളുടെ ഐഡിയ പോലെ എങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ.
വീണ്ടും അങ്ങനെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് എക്സ്ട്രാ വരുന്ന ത്രെഡെല്ലാം കട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്കി വരുന്ന ആ ഒരു പോർഷനിൽ നമ്മളിതുപോലെ പശ വെച്ചിട്ട് നല്ല രീതിയിൽ അത് ഒട്ടിച്ചത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ പോർഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംഗ്ലറ്റിനൊക്കെ, അതായത് ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല. ഇത് പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. പല വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്കിത് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡും ക്ലോസ് ചെയ്യുക കേട്ടോ. കാരണം ആ ഒരു ത്രെഡ് വിസിബിൾ ആകാതെ രണ്ട് സൈഡും നമ്മൾ ക്ലോസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു രീതിയാണ്. ഇതെല്ലാം നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കെട്ട് മാത്രം ഇട്ട് കൊടുത്തിട്ട് മുറുക്കുന്ന ഒരു പ്രോസസ്സും ഉണ്ട്. അതിനൊക്കെ ഓരോ പേരുകളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കിയിട്ടില്ല. ആ ഒരു നോട്ടിനും അതിനൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഈ ഒരു പ്രോസസ്സ് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അത് ചെയ്യാം. ഞാൻ രണ്ട് സൈഡും കെട്ടിയിട്ടുള്ള ഫൈനൽ പിക്ക് താണ്ട് ഇങ്ങനെയാട്ടോ. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവത്തില്ല. ജസ്റ്റ് വീഡിയോ ഒന്ന് സ്ലോ ആക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കോട്ടൺ കോഡിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ അത് ചെയ്യാം. നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഹൈപ്പൂടെ ചെയ്യാൻ കൂടി മറക്കല്ലേ. താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.